കൽക്കി 2898 AD. എൻ്റെ പൊന്നടവ് എന്തൊരു സിനിമ ഇത്. അതായത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അങ്ങ് മാറിയെന്നാണ്. അതായത് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. അതും കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഹൈ എൻഡ് തിയേറ്ററിൽ തന്നെ പോയി അതിൻ്റെ മുഴുവൻ ടെക്നോളജിക്കൽ ബ്രില്യൻസും കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ. നാഗശ്വിൻ എന്ന സംവിധായകൻ ഒരു പക്ഷേ വരാനിരിക്കുന്ന 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അഭിമാനത്തോടെ ഓർക്കുകയാണ്. നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകുന്ന 1500 മുഹൂർത്തങ്ങളുള്ളൊരു സിനിമ. അതായത് എങ്ങും ഒന്നിനും കുറവ് വന്നിട്ടില്ലാത്ത, എല്ലാം വളരെയേറെ പ്രൊഫഷണലായിട്ട് ചിത്രീകരിക്കപ്പെട്ടുള്ളൊരു സിനിമ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇടുന്ന വൗ ഫാക്ടർ എന്ന് പറയുന്ന സാധനമല്ലോ, നമ്മൾ വൗ അടിച്ചിരുന്നു. പക്ഷേ ഒരു വേറൊരു ലെവൽ, നമ്മൾ ഈ വേറെ ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ആ ലെവൽ അങ്ങ് കുറഞ്ഞു പോയി. അതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നാഗശ്വിനി സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സീതാരാമം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടീം തന്നെയാണ് പിന്നെയും ഈ സിനിമ നിർമ്മിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പോസ്റ്റർ ഇറങ്ങിയത് മുതൽ ഒരുപാട് കളിയാക്കലുകൾ, പ്രഭാസിനെതിരെയുള്ള ഒരുപാട് ട്രോളുകളൊക്കെ നമ്മൾ കണ്ടുവന്നതാണ്. പ്രഭാസ് എണ്ണ പൊന്നെണ്ണ ഒരു രക്ഷയില്ലാത്ത ഒരു കംബാക്ക് ആയിപ്പോയി കേട്ടോ. ഈ റിബൽ സ്റ്റാർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റിയൽ സാധനത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഒരു മാസ് ഹീറോ എന്നൊരു അദ്ദേഹത്തിൻ്റെ പതിവ് ഗെറ്റപ്പിൽ നിന്നൊക്കെ വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ബാഹുബലിയൊക്കെ ശരീരത്തിൽ നിന്ന് ഇറക്കി മാറ്റിയിട്ട് ഒരു കോമഡി ട്രാക്ക് പിടിച്ച് വളരെ രസകരമായിട്ടാണ് പോയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ VFX ആണ്. ഇത്രയും മനോഹരമായ, കൃത്യമായ, ഗംഭീരമായ മേക്കിംഗ് ഉള്ള ഒരു VFX മൂവി നിങ്ങൾ ഇന്ത്യൻ ലാംഗ്വേജസിൽ കണ്ടിട്ടില്ല എന്നത് എടുത്തു പറയണം. അങ്ങനെ പറയണം. തിയേറ്ററിലുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകൾ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്ത, സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യും. 100% സത്യസന്ധമാണ്, നിങ്ങൾ കമൻറ്റും ചെയ്യും. അതല്ല, സിനിമ കാണാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിലിരുന്ന് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഫിറോസ് പറഞ്ഞ റിവ്യൂ കറക്റ്റായിരുന്നു, അമ്മാതിരി പടമൊന്നേ. ഇതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ ഏറ്റവും ആദ്യമേ എടുത്തു പറഞ്ഞ പോലെ, ടെക്നിക്കലി അത്യാവശ്യം നല്ലൊരു സൗണ്ട് സിസ്റ്റവും അത്യാവശ്യം നല്ല സ്ക്രീനും ഒക്കെ ഉള്ളൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. ഈ സിനിമ OTTയിൽ നിങ്ങൾ കാണാൻ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഇത് TV യിൽ വരാനായിട്ട് കാര്യം, ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ഇപ്പോൾ നമ്മൾ അവതാറൊക്കെ, ജെയിംസ് കാമറൂണിൻ്റെ പടങ്ങൾ ഇറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ VFX പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുമല്ലോ. എന്നതുപോലെ ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച, ഇന്നിതുവരെ ഈ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള സിനിമയാണ്. ഇനി ഒരു പ്ലോട്ട് ഭയങ്കര ഫ്യൂഷനാണ്. അതായത് ഇപ്പോൾ കാലങ്ങൾക്കപ്പുറത്ത് AD 2898 നടക്കുന്നൊരു കഥയൊക്കെ നമുക്ക് മഹാഭാരതമായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി ഞാൻ സത്യമായിട്ടും പേഴ്സണലി ഇതിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞപ്പോൾ ഞാൻ സത്യമായിട്ടും വിചാരിച്ചു അത് ഭയങ്കര കുളമാവും. കാര്യം 2298 AD നടക്കുന്ന കഥ 10-200 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ പഴയ ഏൻഷ്യൻ മഹാഭാരതത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ മേജാവും? അസാധ്യം, മുട്ടായി അടിച്ചിട്ടുണ്ട്. അതായത് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ വൗ ഫാക്ടറിൽ നമ്മൾ അതിലും അങ്ങനെ ഇരിക്കും. ഭയങ്കര ബ്രില്യൻ സ്ക്രിപ്റ്റാണ്, അതിഗംഭീരമായിട്ടുള്ളൊരു ഉള്ളടക്കമാണ്, മനോഹരമായിട്ടുള്ള അച്ചടക്കമുള്ളൊരു സിനിമയാണ്. ഒരു മൂവി ഡെക്കോറം എന്നൊക്കെ പറയുന്നൊരു ടേം കൊണ്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. കാര്യം ഒരു സിനിമയുടെ ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ എങ്ങനെ അത് അടുക്കി വെക്കണം, ഏത് രീതിയിൽ അത് അവതരിപ്പിക്കണം, ആ അവതരിപ്പിക്കുന്നതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നമ്മൾ വിഷ്വൽ ഇമ്പാക്റ്റ് കൊണ്ടുവരേണ്ടത്. ഈ പ്രഭാസിൻ്റെയൊക്കെ വിഷ്വൽ പ്രസൻസ് ഉണ്ടല്ലോ, അതുപോലെ ഈ പ്രഭാസിനെ കുറിച്ചൊരു 3-4 വട്ടം പറഞ്ഞാൽ അവിടെ കൊണ്ടൊന്നും തീരത്തില്ല. DQ പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കര പ്രാധാന്യമുള്ളൊരു വേഷമാണ് DQന്. ഞാൻ എൻ്റെ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. 2 വന്നു പോകുന്ന ക്യാമിയോ റോൾസ്. സാധാരണ സിനിമയിലൊക്കെ ഈ പറഞ്ഞ പോലെ അതിഥി വേഷങ്ങളിലൊക്കെ ആൾക്കാർ വരും, പക്ഷേ ഇവർ വന്നിട്ട് ചിലപ്പോൾ 1-2 പേര് കയ്യടി മേടിച്ചിട്ട് പോവുകയും ചെയ്യും. ഇത് വരുന്നവരൊക്കെ കയ്യടി മേടിച്ചിട്ട് പോകുന്നുണ്ട്, അന്നാവൻ ഉൾപ്പെടെ, ദീപിക പദുക്കോൺ ഉൾപ്പെടെ. അതുപോലെ കമലഹാസൻ്റെ ഒരു പോസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അതായത് കമലഹാസൻ്റെ വേഷത്തിന്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സാധനമുണ്ട്. നമ്മുടെ ഈ മറ്റേ ഉലകനായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ഓറ, ആ ഓറയിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ അദ്ദേഹത്തിനെ കാണുന്നേ. ഇത് ഈ കൊല്ലം ഇത്രയും കഴിയുമ്പോൾ കാലം ഇങ്ങനെ ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ 10-200 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തിരുന്നിട്ട് ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന പ്രകടനത്തിലേക്ക് ഒരു ഇന്ത്യൻ സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ഓസ്കാർ നോമിനേഷൻസിൽ 1-ലേറെ കാറ്റഗറികളിലേക്ക്
ഈ സിനിമ എടുത്തു വെക്കപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. സാക്ഷാൽ ബിഗ് ബിയെക്കുറിച്ച് പറയാതെ ഇത് പൂർണ്ണമാവില്ല. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ മനുഷ്യൻ. ലെജൻഡ് എന്നൊക്കെ പറഞ്ഞാലേ ഈ ഒന്നതേം വെറ്ററനാണ്, പക്ഷേ എന്നാലും ഇങ്ങനൊരു പ്രമേയം വരുമ്പോൾ ഈ ഒരു സയൻറ്റിഫിക് ഡ്രാമ കൂടിയാണ്, ഒരു സൈഫൈ മൂവിയാണ്. അപ്പോൾ ആ സയൻറ്റിഫിക് പാറ്റേണിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ത്രൂ ഔട്ട് ഉണ്ട്. ഈ അമിതാഭ് ബച്ചനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൽക്കിയും ഒക്കെ തമ്മിലുള്ളൊരു, ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലായി പോകും. ഇദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെത് എടുത്ത് പറയണം. കാരണം ഈ ഒരു സിനിമ മുഴുവൻ സ്കോർ ചെയ്യുന്നതിൽ, ഈ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ് അടുത്ത സീസൺ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു സീക്വൽ വരുമ്പോൾ അതിൽ കമൽഹാസനായിരിക്കും കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് പോലെയാണ് അവരുടെ ഒരു ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രീതി. ഇതിൻ്റെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ക്യാമറ നാഗശ്വിൻ്റെ കണ്ണുകളായിട്ട് മാറിയ ക്യാമറാമാൻ തന്നെ ഒരു റൂമിൽ എന്തോ ഉള്ള ഒരാളാണ്, വിദേശിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇതിനായിട്ട് ഈ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ. അതുപോലെ ഈ VFX ചെയ്തിരിക്കുന്ന, ഇതിനകത്ത് ഗ്രാഫിക്കൽ ഏരിയ മുഴുവൻ ചെയ്തിരിക്കുന്ന ലോകപ്രശസ്തമായിട്ടുള്ള സിനിമകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയ ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് പോലെ പിന്നെ ഈ അവസാനം ക്ലൈമാക്സ് അടുപ്പിച്ച് എവിടെയോ ഒരിടത്തൊരു കുഞ്ഞ് ഗ്ലിച്ച്, അതൊന്നും ഈ സിനിമയെ ബാധിക്കുകയില്ല. എന്നാലും ഞാൻ പറയുവാണ്, നമുക്ക് പറയുമ്പോൾ എന്തെങ്കിലും അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ക്ലൈമാക്സ് അടുപ്പിച്ചൊരു കുഞ്ഞ് ഗ്ലിച്ച്, ചിലയിടത്തൊരു ചെറിയൊരു ഗ്രാഫിക്കൽ ക്വാളിറ്റി കുറവുണ്ടോ എന്നൊരു തോന്നൽ വന്നങ്ങ് പോകും. അതും വളരെ പെട്ടെന്ന് അങ്ങ് പോകും. പിന്നെ ഈ ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ഇപ്പോൾ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഈ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും ഒരു ഒന്നൊന്നര കഥാപാത്രങ്ങളാണ്. നമ്മുടെ ചിന്തയെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ ബ്രില്യൻസി കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ മേക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെയും ചെയ്യാമോ എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന അസാധ്യമായ മേക്കിംഗ്. ഞാൻ എൻ്റെ എൻ്റയർ ലൈഫിൽ ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടില്ല. ഇതിൽ കൂടുതലും വേണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് അതിനെക്കുറിച്ച്? നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും ചെന്നിരുന്ന്. ചിലപ്പോൾ ഭാവിയിൽ ഇതുപോലെയുള്ള സിനിമകളെ, ഇതിനെ വെല്ലുവിളിക്കുന്ന സിനിമകളൊക്കെ വന്നേക്കാം. പക്ഷേ ഇന്ന് വരെ, നാളിതുവരെ കൽക്കി 2898 AD എന്ന് പറയുന്ന ഈ സിനിമയോളം ബ്രില്യൻ്റായ, ഇത്രമേൽ ഗംഭീരമായ, ഇത്രമേൽ ഹൈപ്പ്, ഈ പടത്തിന് ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ ഈ സിനിമ. പിന്നെ ഒരു പക്ഷേ അതായത് ഇങ്ങനെ ശങ്കരൻ്റെ തേങ്ങ പോലെ അപ്പുറം വീഴോ ഇപ്പുറം വീഴോ എന്നൊരു ടെൻഷനിൽ തന്നെയായിരുന്നു ഇതിൻ്റെ പല എന്തിൻ്റെ പ്രഭാസിൻ്റെ ഫാൻസ് പോലും ആ രീതിയിലാണ് ഇതിനെ സ്വീകരിക്കാൻ നിന്നത്. പക്ഷേ ഇപ്പോൾ അവരൊക്കെ സൂപ്പർ ഹാപ്പിയാണ്. പടമെന്ന് വെച്ചാൽ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്ന സിനിമ. ഇനി തിയേറ്റർ റെസ്പോൺസ് ഞാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൂടിരുന്ന സിനിമ കാണുമ്പോൾ, ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ സിനിമ കാണാനിരുന്ന മനുഷ്യരൊക്കെ ഈ എൻത്യൂസിയാസ്റ്റിക്കായിട്ട്, അല്ലെങ്കിൽ ഇവർ സ്വയം എക്സ്പ്ലോർ ചെയ്യുന്നൊരു പിടിവിട്ടു. നമ്മൾ സിനിമ അങ്ങോട്ട് തുടങ്ങി സിനിമയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സിനിമ നമ്മളെ പിടിച്ചതിനകത്തേക്ക് ഇടും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സിനിമയുടെ കൂടെ അങ്ങനെ സിനിമയുടെ കൂടെ ഒഴുകുകയല്ല, സിനിമയുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാണ്. അങ്ങനെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നാഗശ്വിൻ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മ്യൂസിക് കുറച്ചുകൂടിയൊക്കെ, അപ്പോൾ അത്രയും വലിയൊരു സ്കെയിലുള്ളൊരു സിനിമയ്ക്ക് കുറച്ചുകൂടി വലിയൊരു മ്യൂസിക് അപ്പ് ചെയ്യപ്പെടാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മുടെ ആ തോന്നലൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമാക്കുന്നില്ല. കാര്യം സിനിമ എന്ന് പറയുന്നത് പാട്ടിനെയോ അല്ലെങ്കിൽ മ്യൂസിക്കിനെയോ ഒന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വണ്ടർ പരിപാടികളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ സീക്വൻസിലും അത്ഭുതകരമായ, കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ കുത്തി നിറച്ചേക്കല്ല, ബ്ലെൻഡ് ചെയ്തിട്ടേക്കാണ് സംവിധായകൻ. ഇനി സിനിമയുടെ ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ, സിനിമയ്ക്കെങ്ങും തന്നെ നിങ്ങൾക്ക് ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ പറ്റാത്തതുപോലെയുള്ള വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു മാസ്റ്റർ പീസായിട്ട് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്, ഇന്ന് തന്നെ പോകണം, ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ കാണണം. ഈ ബാക്കി സിനിമകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ കാണാൻ പറയുന്നത് പോലെ അല്ല ഈ സിനിമ. ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ കാണണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സിനിമയുടെ മുഴുവൻ എസെൻസും നിങ്ങൾക്ക് അമ്മാതിരി തന്നെ ഫീൽ ചെയ്യാനും അമ്മാതിരി തന്നെ അനുഭവിക്കാനുമാണ്. ഗംഭീരപ്പടം. നാഗശ്വിനും ഒപ്പം ആ ടീമിനും ഹാറ്റ്സ് ഓഫ്. അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം. കണ്ടവരാണ് നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യണം. ഇനി അതെല്ലാം കണ്ടിട്ട് പോയിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമായിട്ട് എത്രമാത്രം മാച്ച് ചെയ്തുള്ള കമൻറ്റ് ചെയ്യണേ.